ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഇന്നത്തെ വായനഭാഗം യാക്കോബ് എഴുതിയ ലേഖനം 1-2 അധ്യായങ്ങൾ. ഇന്നത്തെ ചിന്തയ്ക്കായി കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 4 അധ്യായം 12 വാക്യം. ക്രിസ്തു യേശുവിൻ്റെ ദാസനായ എപ്പഫ്രാസ് നിങ്ങളെ വന്ദനം ചെയ്യുന്നു. ദൈവിക ദൗത്യം പൂർത്തീകരിക്കുവാൻ മനുഷ്യൻ്റെ പങ്കാളിത്തം ദൈവം പ്രതീക്ഷിക്കുന്നു. ആയതിനാൽ ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാർ എന്ന പദവിയാണ് ദൈവം നമുക്ക് നൽകുന്നത്. അത്തരത്തിൽ ജീവസുറ്റ പ്രവർത്തനം കാഴ്ചവെച്ച ഒരു അപ്പോസ്തലനായിരുന്നു വിശുദ്ധ പൗലോസ്. അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകനായിരുന്ന ഒരു ശുശ്രൂഷകനായിരുന്നു എപ്പഫ്രാസ്. കമനീയം, കൃപയുള്ളവൻ, സ്നേഹനീയൻ എന്നൊക്കെയാണ് എപ്പഫ്രാസ് എന്ന പേരിൻ്റെ അർത്ഥങ്ങൾ. എപ്പഫ്രോദിത്തോസ് എന്ന പേരിൻ്റെ ലോപിച്ച രൂപമാണ് എപ്പഫ്രാസ് എന്ന് അഭിപ്രായപ്പെടുന്ന പണ്ഡിതന്മാരുമുണ്ട്. ഏതായാലും പുതിയ നിയമത്തിൽ പരാമർശിക്കുന്ന ഒരു വിശ്വസ്തനായ ക്രിസ്തീയ ശുശ്രൂഷകനാണ് എപ്പഫ്രാസ്. അദ്ദേഹത്തിൻ്റെ ചില സവിശേഷതകൾ നമുക്ക് നോക്കാം. 1. പ്രത്യാശ അടയാളപ്പെടുത്തുന്ന ജീവിതമേന്മ. ക്രൈസ്തവ ജീവിതത്തിൻ്റെ ശ്രേഷ്ഠമായ ഗുണമേന്മയാണ് പ്രത്യാശ, വിശ്വാസം, സ്നേഹം. ജീവിതം സന്തുഷ്ടവും ധന്യവുമാകുന്നത് പ്രത്യാശയുടെ ഉറവുകൾ വറ്റിപ്പോകാത്ത മനസ്സ് കാത്തു പരിപാലിക്കുന്നതിനാലാണ്. എപ്പഫ്രാസിലൂടെ പൗലോസ് അറിഞ്ഞിരിക്കുന്ന വസ്തുത സ്വർഗത്തിൽ തങ്ങൾക്കായി സൂക്ഷിച്ചിരിക്കുന്ന പ്രത്യാശ നിലനിൽക്കുന്ന കൊലോസ്യ സഭയെയാണ്. ഇത്തരത്തിൽ കൊലോസ്യ സഭയെ ആകമാനം പ്രത്യാശയിൽ വളർത്തിയെടുത്ത ശുശ്രൂഷകനായിരുന്നു എപ്പഫ്രാസ്. നമ്മിലെ ആത്യന്തികമായ അനുഭവത്തെ പ്രതീക്ഷയോടെ സൂക്ഷിക്കുന്നതിനും വിശ്വാസ ജീവിതത്തെ അനുദിനം പ്രകാശിപ്പിക്കുന്നതിന് അത് സഹായമാകുന്നതിനാലാണ് പ്രത്യാശ അർത്ഥവത്തായിട്ട് തീരുന്നത്. പൗലോസ് അപ്പോസ്തലൻ റോമിലെ കാരാഗൃഹത്തിലായിരിക്കുമ്പോൾ അദ്ദേഹത്തെ സന്ദർശിച്ച എപ്പഫ്രാസ് കൊലോസ്യയിലെ ജനങ്ങളുടെ ക്രിസ്തുവിലുള്ള വിശ്വാസത്തെയും പ്രത്യാശയെയും കുറിച്ച് പൗലോസിനെ ധരിപ്പിച്ചതിൻ്റെ ഫലമായിട്ടായിരിക്കാം വിശുദ്ധ പൗലോസ് കൊലോസ്യ ലേഖനം എഴുതുന്നത്. അങ്ങനെ ഒരു വിശ്വാസ സമൂഹത്തെ ആകമാനം പ്രത്യാശയിൽ നിലനിർത്തുവാൻ എപ്പഫ്രാസിന് കഴിഞ്ഞു. രണ്ടാമതായിട്ട്, പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ള ജീവിതമേന്മ. പ്രാർത്ഥന നമ്മുടെ ബോധ്യങ്ങളെയും ശുദ്ധീകരിക്കുകയും ദൈവോന്മുഖരാക്കുകയും ചെയ്യുന്ന ആഴമുള്ള ധ്യാന അനുഭവങ്ങളാണ്. സഭാജനങ്ങളുടെ നിലനിൽപ്പിനും ഐക്യത്തിനും വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് വിശ്വാസികളുടെ ചുമതലയാണ്. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 4 അധ്യായം 12 വാക്യത്തിൽ എപ്പഫ്രാസ് പ്രാർത്ഥനയിൽ പോരാടുന്നവനായിരുന്നു എന്ന് പറയുന്നു. വിശ്വാസികളുടെ ജീവിതത്തിൻ്റെ ദിശ നിർണയിക്കുന്നത് പ്രാർത്ഥനയാണ്. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനുള്ള നമ്മുടെ താല്പര്യം എത്രത്തോളം ഉണ്ട് എന്ന് നമുക്കും ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ഇന്ന് പലപ്പോഴും നാം സ്വാർത്ഥ ആവശ്യങ്ങളുടെ പൂർത്തീകരണത്തിനായി പ്രാർത്ഥനയെ വികലപ്പെടുത്തി ഉപയോഗിക്കുമ്പോൾ എപ്പഫ്രാസിൻ്റെ പ്രാർത്ഥനാ ജീവിതം നമുക്ക് മാതൃകയാണ്. നമുക്കും അപ്രകാരം നമ്മുടെ ശുശ്രൂഷകളെ കൂട്ടായ്മ അനുഭവത്തിൽ ക്രമീകരിക്കാം. അങ്ങനെ നമ്മുടെ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൻ്റെ പ്രാണവായു ആയിത്തീരട്ടെ. നമുക്ക് തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന കർത്താവേ, സാഹോദര്യ ബന്ധത്തിൽ നിലനിൽപ്പാനും പ്രാർത്ഥനയിൽ ഞങ്ങളുടെ ജീവിതത്തെയും ശുശ്രൂഷകളെയും ക്രമപ്പെടുത്തുവാനും പ്രത്യാശയുള്ളവരായി ജീവിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.